ഫസ്റ്റ് നമുക്ക് അറിയാനുള്ളത് നമ്മൾ ഏതൊക്കെ പോർഷനിലാണ് ഇന്റീരിയർ ചെയ്യേണ്ടത്. ഞാനത് പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ലിവിംഗ് ഏരിയയും കിച്ചണും ആണ്. ലിവിംഗും കിച്ചണും രണ്ടും മാത്രം മതി. മാത്രം മതി. ഓക്കെ, ശരി. ഈ ഫസ്റ്റ് ലിവിംഗിലേക്ക് പോവാം. ഇതൊരു പ്രീമിയം വർക്കായിട്ടാണോ അതൊരു മീഡിയം ബഡ്ജറ്റില് ലിവിംഗും കിച്ചണും ചെയ്താൽ മതിയോ? അതായത് പ്രീമിയം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ്, സീലിംഗ് ലൈറ്റ്സ്, പിന്നെ വാൾ ഡെക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. നമുക്ക് അങ്ങനെയാണോ അതൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണോ ഉദ്ദേശിക്കുന്നത്? വാൾ ഡെക്കേഴ്സ് ഒന്നും വേണ്ട, നമുക്ക് ഒരു മീഡിയം റേഞ്ച്, സിമ്പിൾ റേഞ്ച് മതി. പ്രീമിയത്തിലോട്ട് പോകണ്ട. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ കുറെ വർക്ക് കണ്ടിട്ടുണ്ട്, അത്രയും പ്രീമിയത്തിലോട്ട് പോകണ്ട. ഓക്കെ, ശരി. ലിവിങ്, ഇത് സോഫ, ഇത് സെൻട്രൽ ടേബിള്, ഇവിടെ TV യൂണിറ്റ്. ഓക്കെ, TV യൂണിറ്റിനോട് ചേർന്ന് വരുന്ന അവിടെ ഒരു ക്രോസ് ഇട്ടിരിക്കുന്ന ഏരിയയിൽ ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നു. ഇങ്ങോട്ടുള്ള പാർട്ടീഷൻ ആണോ അത്? ഇട്ടിരിക്കുന്ന അതൊരു പാർട്ടീഷൻ വർക്കാണ്. നമുക്ക് ആ ഒരു വോള് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ കൃത്യം മാർക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ശരി. ഇത് ഈ വാൾ ഹൈറ്റ് നോർമൽ ആണോ ഡബിൾ ഹൈറ്റ് ആണോ? നോർമൽ ഹൈറ്റേ ഉള്ളൂ. നോർമൽ ഹൈറ്റ് ഉള്ളൂ. പിന്നെ റൈറ്റ് സൈഡിലെ വാളിന്റെ ഒരു പ്രെയർ യൂണിറ്റ് വരുവേ. പ്രെയർ യൂണിറ്റ് വരും. അതായത് പ്രെയർ യൂണിറ്റ് ഒരു കബോർഡാണോ ഉദ്ദേശിക്കുന്നത്? ചെറിയ കബോർഡിനുള്ളിൽ നമ്മള് വിഗ്രഹം വെക്കുന്ന ആ രീതിയില്? അങ്ങനല്ല, മറ്റേ ക്രിസ്ത്യൻസിന്റെ പ്രെയർ യൂണിറ്റ് ഇല്ലേ, അത്യാവശ്യം വലുത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ലിവിംഗില് നമുക്ക് സീലിംഗ് ലൈറ്റ്സ്, പിന്നെ സെന്റർ ടേബിളിന് നടുക്കായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാലോ? നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സ് അല്ല, നമ്മള് ലിവിംഗില് സീലിംഗ് നമ്മൾ അഡീഷണൽ ജിപ്സം വർക്ക് ഒന്നും വരുന്നില്ല. വാർപ്പില് തന്നെ മേളില് ഒരു 8 സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് മാത്രം ഉൾക്കൊള്ളിച്ചാൽ അതിന്റെ സെന്ററിൽ ഒരു സീലിംഗ് ഫാനും. AC ഉൾപ്പെടുത്തുന്നുണ്ടോ? ലിവിംഗിലൊന്നും AC ഇല്ല. ഇതിലെ മറ്റേ ഫർണിച്ചേഴ്സ് ഒക്കെ വുഡിലാണോ ചെയ്യുന്നത്? ഫർണിച്ചേഴ്സ് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യണമെന്ന് ആക്കിയിട്ടില്ല. ഇപ്പൊ വുഡൻ ഫിനിഷിംഗ് ഉള്ളതോ എന്തെങ്കിലും ആയിരിക്കും. നോർമൽ മാച്ചിങ് ചെയ്യാവുന്ന ഒരു സോഫ രീതി ചെയ്യണമെന്നാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ എക്സ്റ്റീരിയർ ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്കാണ് എക്സ്റ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ് വൈറ്റ് പോലെ കളറോ, അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ സോഫയും അങ്ങനെ ചെയ്യണം. അത് വുഡൻ ഫിനിഷിംഗ് തന്നെ വരും. ഓക്കെ, കബോർഡ്. TV യൂണിറ്റ് ഒക്കെ കബോർഡൊക്കെ നോർമൽ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇപ്പോഴത്തെ മോഡല് TV യൂണിറ്റ് ഡബിൾ സൈഡ് റൊട്ടേഷൻ ഇല്ലേ, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, റൊട്ടേഷൻ ഇല്ല, നോർമൽ ആയിട്ട് ഉദ്ദേശിച്ചാൽ മതി. അതെ. ഈ ലിവിംഗിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? റൊട്ടേഷൻ ചെയ്യണോടാ ലിവിംഗില്? ലിവിംഗിൽ TV റൊട്ടേഷൻ ചെയ്താല് അപ്പം ആ വാള് ഇപ്പൊ നമ്മൾ കെട്ടിപ്പോയില്ലേ, വാളിന് അവിടെ റൊട്ടേഷൻ പറ്റില്ലല്ലോ 360. അത് പാടായിരിക്കും, കാരണം സൈഡിലത്തെ പാർട്ടീഷൻ അതിന് മാത്രം സ്പേസ് വരുന്നില്ല. ഓക്കെ, നോർമൽ മതി. പിന്നെ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു വുഡൻ കളറിൽ വരുന്ന TV യൂണിറ്റിന്റെ അവിടെയാണെങ്കിൽ പ്രയർ യൂണിറ്റ് ആണെങ്കിൽ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ആ ഒരു കളർ ഷെയ്ഡ് ഒന്ന് നോക്കണേ. ഓക്കെ, ശരി. ലിവിംഗ് ആയി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചൺ ഫുള്ളി കവേർഡ്. പിന്നെ നമ്മുടെ TV യൂണിറ്റ് ആണെങ്കിലും ഇല്ലേ, സിമ്പിൾ TV യൂണിറ്റ് മതി. അതിന്റെ നോർമൽ അവിടെ നമുക്ക് ഒരു TV വന്നിട്ട് താഴെ നമ്മുടെ പഴയ രീതിയിൽ വരുന്ന പോലത്തെ ഒരു ചെറിയ ബോക്സ് പോലെ വന്ന് അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ അവിടെ വേറെ കൂടിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, നോർമൽ സിമ്പിൾ സാധനം. ഓക്കെ, നമുക്കത് അങ്ങനെ ചെയ്യാം. കിച്ചണിലേക്ക് വരുമ്പോൾ ചേച്ചി, കിച്ചണില് ഈ ഇതില് പ്ലാനില് ഒരു ഡോർ ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്, പക്ഷെ അവിടെ ഓപ്പൺ ആണ്. ഓപ്പൺ കിച്ചൺ ആണ്. ഓക്കെയോ? ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അവിടെ ഒരു സിംഗിൾ ചെയർ ടേബിൾ ടോപ്പിനുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ. കിച്ചൺ ഫുള്ളി കബോർഡ് വർക്ക് അല്ലേ? അതെ. ഓക്കെ, കിച്ചൺ കബോർഡ്.
കബോർഡ് കിച്ചണിലെ വർക്കാണ്. അതിൽ തന്നെ ഓൾറെഡി ഫ്രിഡ്ജിന്റെയും സ്റ്റൗവിന്റെയും സിങ്കിന്റെയും പൊസിഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെ വിൻഡോ വരുന്നത് ഈ പ്ലാനിലുള്ള പോലെ അല്ല. ഞാൻ അതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ മറ്റേ സ്റ്റാഫിന് അയച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ അയക്കണമെങ്കിൽ അയക്കാം. ഈ നമ്പറിൽ ഒന്ന് അയക്കണം. അതൊരു ചെറിയ വിൻഡോ ആണ്, ഹൈറ്റ് തീരെ കുറഞ്ഞിട്ടുള്ള വിൻഡോ ആണ്, ഈ പ്ലാനിലുള്ള പോലെ അല്ല. ഓക്കെ ശരി. അത് ആ നടുക്ക് പ്ലാന്റ് അകത്തുള്ളത് നടുക്ക് വാള് വരുന്നുണ്ട്. പക്ഷെ അവിടെയും കൂട്ടി 3 വിൻഡോ ആണ് വരുന്നത്. 3 ഇതാ വരുന്നത്. ഓക്കെ ശരി. ഈ വിൻഡോയുടെ കിച്ചണിലെ മേളിലും സീലിംഗ് നമുക്ക് ലൈറ്റ്സ് ആഡ് ചെയ്യണോ? കിച്ചണിന്റെ ഉള്ളില് സീലിംഗ് ലൈറ്റ്സ്? കിച്ചണിൽ നമ്മൾ സീലിംഗ് ലൈറ്റ്സ് ഇല്ല, ഒരു ചെറിയ ടേബിൾ ഫാൻ, ഒരു സീലിംഗ് ഫാനാണ് ഉദ്ദേശിച്ചത്. എക്സോസ്റ്റ് ഫാനോ? ലൈറ്റ് എക്സോസ്റ്റ് ഫാൻ എക്സോസ്റ്റ് ഇല്ല. വേണ്ട. എക്സോസ്റ്റ് അത് നമ്മുടെ മറ്റേ ഹുഡ് ആൻഡ് ഹോബ് ചെയ്യുന്ന പോലെ വേണം അത് ചെയ്യാനായിട്ട് കിച്ചണില്. ഓക്കെ ശരി. ഈ വാഷിംഗ് മെഷീൻ ഒക്കെ വർക്ക് ഏരിയയിലല്ലേ? അതൊക്കെ വർക്ക് ചെയ്യും. അതെല്ലാം വർക്ക് ഏരിയല്ലേ? വർക്ക് പിന്നെ ഏരിയ വിട്ടേക്ക്. ഓക്കെ, ഈ മറ്റേ കിച്ചണിലുള്ള വിൻഡോ സീറ്റിംഗ് നോക്കുന്നുണ്ടോ? വിൻഡോ സീറ്റിംഗ് അതായത് നമ്മളൊരു സിറ്റിംഗ് പോലെ, നമ്മുടെ കബോർഡിന്റെ അവിടെ ഒരു സിറ്റിംഗ് കിച്ചണിൽ പോലെ അതിനുള്ള സ്പേസിലല്ലേ വെച്ച്. അതിനുള്ള സ്പേസ് ഇല്ല അവിടെ. നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണോ? ഒന്ന് ചെയ്ത് നോക്കല്ല, ഞാൻ സജഷൻസ് ചോദിച്ചതാ. ഇപ്പോഴത്തെ എല്ലാരും കിച്ചണിന്റെ ഉള്ളിൽ ഒരു സിറ്റിംഗും ചെയ്യാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. സെൻട്രൽ സിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. അതിനുള്ള അതിനുള്ള സ്പേസ് ഇടം എവിടെ ഇല്ല. ഇല്ലെന്നാണ് തോന്നുന്നത്. അത് ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്യുന്നുണ്ടല്ലോ, ഓക്കെ. അതുമായിട്ട് വലിയ വ്യത്യാസം ഇത് അതുകൊണ്ട് നമ്മൾ വരുന്നില്ല. അങ്ങനെ പ്ലാൻ അതിന് ചെയ്തിട്ടില്ല. സ്പേസ് വരുന്നില്ല അവിടെ. ഓക്കെ ശരി. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അവിടെ മാത്രം ആ പാട് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് 1 2 കൊടുക്കുന്നുണ്ട് ചെറുത്. ഓക്കെ, ഹാങ്ങിങ് ലൈറ്റ്സ്. പിന്നെ കിച്ചണിന്റെ ഹാങ്ങിങ് ഉള്ളിൽ പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ചിങ് ചെയ്യാവുന്ന പോലെ. ഓക്കെ ശരി. പിന്നെ അല്ലാതെ ലൈറ്റിംഗ് വരുന്നത് നോർമൽ ലൈറ്റ് ആണ്. പിന്നെ ലൈറ്റ് വരുന്നത് കബോർഡിന്റെ അടിയിലാണ്. ഇതിന്റെ മെഷർമെന്റ്സിലൊന്നും മാറ്റമില്ലല്ലോ കിച്ചണിന്റെ ഇതിന്റെ? ഇല്ലില്ലില്ല. സൈസിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഇവർക്ക് നമ്മൾ ഇവർക്ക് കാർ ഡ്രോയിങ്ങിന്റെ ഫയൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാമായിരുന്നോ? ഓക്കെ, അതും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു കേട്ടോ. കാർ എളുപ്പമല്ലേ? ഡ്രോയിങ്ങിന്റെ ഓക്കെ, അത് ഫയൽ അയച്ചു. അയച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ശരി ശരി. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മള് ഇൻഫോം ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു മീറ്റിംഗ് കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഫൈൻ. ഓക്കെ. പിന്നെ നമ്മുടെ കിച്ചന്റെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറക്റ്റ് നോക്കുന്നത്, അതായത് സ്റ്റൗവിന്റെ മുകളിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കബോർഡ് ചെയ്യുമ്പോൾ ഫുൾ വോള് കബോർഡ് ചെയ്യണ്ട, ആ സൈഡ്. ഓക്കെ. അത് അവിടെ അത്യാവശ്യം നല്ല രസമായിട്ട് വരുന്ന പോലെ ഒരു നോർമൽ കബോർഡും, അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കബോർഡ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളത് ചെയ്യാം. മറ്റേ അവിടെ നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് കവർ ചെയ്ത് പോവുകയും വേണം, എന്നാൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ അവിടെ വരുന്നത്. കാരണം നമ്മൾ ഹാളിൽ നിന്ന് ഡയറക്റ്റ് ഒരു വ്യൂ വരുമ്പോൾ ഫുള്ള് മൊത്തം കബോർഡായിട്ടിരിക്കും അല്ലെങ്കിൽ. ഓക്കെ ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഏതായാലും നിങ്ങൾ നോക്കാം, എന്നിട്ട് അതിനടുത്ത് ഒന്ന് വിളിച്ച് കാണിച്ചാൽ മതി, ഞങ്ങൾ പറയാം. ഓക്കെ ശരി, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് ചെയ്തിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.